ഓക്കെ, മനോഹരമായ ഒരു ദിവസം കൂടി നമുക്ക് ദൈവം അനുഗ്രഹിച്ചു തന്നതിന് ദൈവത്തിന് നന്ദി കരേറ്റാം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാനും നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് ഓരോ ദിവസവും പരിശോധിച്ചുകൊണ്ട് കടന്നു പോകുവാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലെ പലവിധമായ വിപത്തുകളും പലവിധമായ വെല്ലുവിളികളും ഒക്കെ ഉള്ളതായ ലോകത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് പോകുവാൻ നമുക്ക് വളരെയധികം പ്രചോദനം ആവശ്യമാണ്, ഉത്സാഹം ആവശ്യമാണ്. നമ്മളെ മുമ്പോട്ട് പ്രചോദിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും അടുത്തിരിക്കുവാനും നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനുവേണ്ടി നമുക്ക് നന്ദി കരേറ്റാം. സ്വർഗപിതാവേ, അനുഗ്രഹീതമായൊരു സമയം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കർത്താവെ, ഞങ്ങളെ ദൈവം സഹായിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അത് ദൈവമേ അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ദൈവമേ ഈ ജീവിതത്തിൻ്റെ യാത്ര കൂടുതൽ ശക്തിയോടുകൂടി മുമ്പോട്ട് പോകാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലും നിങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. എബ്രായ ലേഖനത്തിൽ നിന്ന് ഞങ്ങൾ ഇന്ന് ചിന്തിക്കാൻ പോണ വിഷയങ്ങൾ ഞങ്ങൾക്ക് അത് ഉത്സാഹമാകുവാൻ പ്രചോദനമാകുവാൻ ഞങ്ങൾക്ക് ദൈവമേ അങ്ങയിലേക്ക് ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കൂടുതൽ കരുത്തുള്ളതായിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാത്തിനും നന്ദി. എല്ലാം ദൈവരക്ഷകനായ കർത്താവ് യേശുവാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കൃപ നൽകണം പിതാവേ. ആമേൻ. ഇന്ന് നമ്മൾ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ഒരുങ്ങുന്നത്. എബ്രായ ലേഖനത്തിലെ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും: അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക. താഴെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും: അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ലോകസ്ഥാപനത്തിൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഓക്കെ, നമ്മളിവിടെ 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. കനാൻ നാട്ടിലേക്ക് കടന്നു പോയ ഇസ്രായേൽ ജനത്തിൻ്റെ അവിശ്വാസം നിമിത്തം അവർക്ക് അതിലേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല. കനാൻ ദേശം വാസ്തവത്തിൽ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ സ്വർഗത്തിൻ്റെ ഒരു നിഴലാണ്. വാസ്തവത്തിലുള്ള സ്വസ്ഥത, എല്ലാറ്റിനേക്കാളും ഉപരിയുള്ള സന്തോഷവും സമാധാനവും ഒക്കെയുള്ള ആ യഥാർത്ഥമായ സ്വസ്ഥത അല്ലെങ്കിൽ യഥാർത്ഥമായ പ്രതിഫലം എന്ന് പറയുന്നത് നമുക്ക് സ്വർഗത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു പ്രതീകമാണ്, സ്വർഗത്തിൻ്റെ ഒരു നിഴലാണ് കനാൻ നാട് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ നിഴലായ കനാനിലേക്ക് ജോഷുവ അവരെ നയിക്കുമ്പോൾ, അതായത് മോശയ്ക്ക് ശേഷം യോശുവ അവരെ നയിക്കുമ്പോൾ ജനം ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ആയിരുന്നു അതിലേക്ക് കടക്കുവാനായിട്ട്. അപ്പം നമുക്ക് കാണാം, ആ കാലഘട്ടത്തിൽ തന്നെ, അതായത് മോശെ ഇസ്രായേൽ ജനങ്ങളെ നയിക്കുന്നതായ ആ കാലഘട്ടത്തിൽ അവരുടെ തുടർച്ചയായ അവിശ്വാസം ഒരു പ്രാവശ്യമല്ല ദൈവത്തെ പരീക്ഷിക്കുന്നത്, നിരസപ്പെടുത്തുന്നത് അനവധി പ്രാവശ്യം അവരുടെ പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങൾ, അവരുടേതായ രീതികൾ ദൈവത്തെ വളരെയധികം വേദനിപ്പിച്ചു. ഒത്തിരി നിരാശ, ഒരുപാട് വേദനാജനകമായ അവസ്ഥകളിലൂടെ ദൈവം കടന്നു പോവുകയാണ്. അപ്പം 40 വർഷം അതിനുശേഷം അവർ അലയേണ്ടി വന്നത്, മരുഭൂമിയിൽ
അവർ അലഞ്ഞു തിരിയേണ്ടി വന്നത് അവരുടെ തുടർച്ചയായ അവിശ്വാസം നിമിത്തമാണെന്ന് നമ്മൾ 3-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ ആ അവിശ്വാസം നിമിത്തം 40 വർഷമാണ് പിന്നീട് അവർ മരുഭൂമിയിൽ തന്നെ അലയേണ്ടി വന്നത്. അങ്ങനെ മോശയുടെ കാലത്ത് നമ്മൾക്ക് മുമ്പിൽ കാണാൻ കഴിഞ്ഞ ആ ഒരു കാര്യം ഇതാണ്. മോശയുടെ കാലത്ത് അവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തത് ദൈവത്തിൻ്റെ സ്വസ്ഥത, ഇവിടെ പറഞ്ഞതാണ്, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക എന്ന് നമ്മെ സംബന്ധിച്ച് അത് താരതമ്യപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, അതായത് 3:19 നമ്മൾക്ക് വായിക്കാൻ സാധിച്ചത് ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അതായത് കനാൻ നാട്ടിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അത് ഭൗതികമായ ഒരു ദേശം, കനാൻ ദേശം. അത് തുടർച്ചയായ അവരുടെ അവിശ്വാസം നിമിത്തം അവർക്കത് നഷ്ടപ്പെട്ടു. ഇന്ന് പുതിയ നിയമത്തിൽ, അതായത് പുതിയ ഉടമ്പടിയുടെ കീഴിൽ ആയിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് നിഴലിൻ്റെ കാര്യങ്ങളിലേക്കല്ല നമ്മൾ പോണത്, നിഴലിനെയല്ല പിന്തുടരുന്നത്, നമ്മൾ യാഥാർത്ഥ്യമായ കാര്യങ്ങളെ പിന്തുടരുകയാണ്. നമ്മുടെ മുമ്പിൽ ഇന്ന് കർത്താവ് യേശു പറഞ്ഞേക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം സജ്ജമാക്കാൻ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുണ്ടായി ലേഖനത്തിലേക്ക്. അപ്പൊ ഇന്ന് നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ലക്ഷ്യം, നമ്മുടെ മുമ്പിൽ ഇന്നുള്ള വാഗ്ദത്തം ഭൗതികമായ ഭൂമിയിലുള്ള ഒന്നല്ല, അത് സ്വർഗത്തിലുള്ളതാണ്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത അവകാശമാണ്. അപ്പം അതിലേക്കുള്ള ആ ഓട്ടത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മുടെ മുമ്പിൽ ആ ഒരു കാര്യം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുമ്പോൾ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള അവസരം നഷ്ടമാക്കിയ പൂർവ്വപിതാക്കന്മാരെ പോലെ അതേ തെറ്റ് അന്ന് അവർക്ക് തുടർച്ചയായി ദൈവത്തെ പരീക്ഷിച്ചു, തുടർച്ചയായി ദൈവത്തെ അവിശ്വസിച്ചു. ആ ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുകൂടാതെ കനാൻ നാട്ടിലെ ആ പ്രവേശനത്തിന് ശേഷം നമുക്കറിയാം, അവരുടെ കുഞ്ഞുകുട്ടികൾ, അതായത് ആ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പോകുന്നതിൽ 20 വയസ്സിന് താഴെയുള്ളവരാണ് പിന്നീട് കനാൻ നാട്ടിൽ കയറിയത് കാണാൻ സാധിക്കും. അപ്പം അതിനുശേഷം വർഷങ്ങൾ കടന്നു പോകുമ്പോൾ വേറൊരു തലമുറയെ ദാവീദ് ഓർമ്മിപ്പിക്കുന്നതായ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ, അതായത് സങ്കീർത്തന പുസ്തകത്തിൽ 95-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ, കാരണം വീണ്ടും കുറേ വർഷങ്ങൾ കടന്നു പോവുകയാണ്. അപ്പം വീണ്ടും വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഇതേ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ആ ജനത്തെ, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജനത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് 95-ാം സങ്കീർത്തനം. വേറൊരു തലമുറ വന്നപ്പോൾ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ സങ്കീർത്തനം 95 എഴുതുന്ന കാലഘട്ടത്തിൽ സങ്കീർത്തനക്കാരൻ പറയാണ് അവിടെ 11-ാം വാക്യത്തിൽ, ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അതിൽ നമ്മൾ 6-ാം വാക്യം മുതൽ വായിക്കുകയാണെങ്കിൽ, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക, അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. എന്നിട്ട് പറയാണ്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരിബായിലെ പോലെയും മരുഭൂമിയിൽ മസ്സാ നാളിലെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു തലമുറ വന്നപ്പോൾ അവരോടും ഓർമ്മപ്പെടുത്തുന്ന ഇതാണ്, മരുഭൂമിയിലെ ആ സംഭവം പോലെ, അന്നത്തെ പൂർവ്വ പിതാക്കന്മാർ ദൈവത്തെ പരീക്ഷിച്ചതുപോലെ, അവിശ്വസിച്ചതുപോലെ നിങ്ങൾ
നിങ്ങളുടെ ജീവിതത്തിൽ ആ പരാജയം, ആ തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറയുകയാണ്. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് പറയുകയാണ്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തിയെ അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായി. കണ്ടോ, അതിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ നോക്കുക, എല്ലാ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടം കഴിയുമ്പോഴും അന്ന് സംഭവിച്ച ആ ഭീകരമായ ആ ഒരു പരാജയം, അതുമൂലം ജനത്തിന് എന്താണ് നഷ്ടപ്പെട്ടത് അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അപ്പം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അപ്പൊ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കാം. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്വസ്ഥത? എന്താണ് ഈ സ്വസ്ഥത? ദൈവത്തിൻ്റെ സ്വസ്ഥത എന്നാൽ ഇസ്രായേലിന്റെ വാഗ്ദത്ത നാട് എന്നുള്ളത് മാത്രമല്ല, ആ കനാൻ നാടിനെ കുറിച്ച് മാത്രമുള്ളത് അല്ലത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 4-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 4-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്ക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അവർക്ക് എന്തുകൊണ്ടാണ് നഷ്ടമായത്? അവരുടെ അവിശ്വാസം, തുടർച്ചയായ അവിശ്വാസം. അവരുടെ തുടർച്ചയായി ദൈവത്തെ നീരസപ്പെടുത്തി, പലവട്ടം പരീക്ഷിച്ചു അവരുടേതായ വഴികളിൽ. അവരുടെ തിരഞ്ഞെടുപ്പ് വളരെ മോശമായിരുന്നു. അവരുടെ സ്വഭാവങ്ങൾ ദൈവത്തെ വേദനിപ്പിക്കുന്നതായിരുന്നു. അങ്ങനെ അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഇവിടെ ദൈവവുമായി ഒരു സമാധാന ബന്ധത്തിൽ ആയിത്തീരുക എന്നുമാണ് നമുക്ക് ഈ സ്വസ്ഥത എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ദൈവവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, നാം ദൈവത്തിലും ദൈവം നമ്മിലും, വാസ്തവത്തിലുള്ള സന്തോഷം, വാസ്തവത്തിലുള്ള സമാധാനം, യഥാർത്ഥ സ്വസ്ഥത എന്ന് പറയുന്നത് എന്താണ്? നാം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുമ്പോഴാണ്, പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടപ്പോഴാണ്, ദൈവത്തിൽ നിന്ന് അകന്ന്, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് ആത്മീയമായി മരിച്ച അവസ്ഥയിൽ മനുഷ്യർക്ക് എന്ത് സ്വസ്ഥത? അപ്പം ഇന്ന് യഥാർത്ഥ സ്വസ്ഥതയിലേക്ക് ഇന്നൊരു ദൈവ പൈതലിനെ വരുവാൻ ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. നമ്മൾ കേട്ട സദ്വർത്തമാനം എന്താണ്? സുവിശേഷം. പാപത്തിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിപ്പാനാണ് യേശു വന്നത്. യേശു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകൾ പ്രകാരം അടക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശുവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പിലൂടെ അതിനോട് പ്രതീകമായ വീണ്ടും ജനനം, അതായത് പഴയ മനുഷ്യനെ, നമ്മളുടെ പഴയ മനുഷ്യനെ അടക്കി, ആ പഴയ മനുഷ്യൻ്റെ മരണത്തിൽ ആ പഴയ മനുഷ്യനോട്, ക്രിസ്തുവിനോട് കൂടി ക്രൂശിച്ച് പഴയ മനുഷ്യനെ അടക്കി, പുതിയ സൃഷ്ടിയായി ഒരു പുതിയ മനുഷ്യനായി ക്രിസ്തുവിനോട് കൂടി വീണ്ടും ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവത്തിൽ സ്നാനത്തിലൂടെ. അതാണ് റോമാലേഖനം 6-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. കൊലോസ്യർ 2:12 ഈ വാക്യങ്ങളെല്ലാം, യോഹന്നാൻ 3 മുതൽ 5 വരെ വാക്യങ്ങളെല്ലാം നമ്മളെ ഓർപ്പിക്കുന്നത്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല. ഇന്ന് നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സഭയിലേക്ക്, അവൻ്റെ ജനമായി, അവൻ്റെ മക്കളായി ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റയിലൂടെ നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്ന ഒരു യഥാർത്ഥമായ ഒരു ആത്മീയ ബന്ധം, അതിലേക്ക് വരികയാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള സ്വസ്ഥത എന്ന് പറയുന്നത് എന്താണ്? കനാൻ നാട്ടിൽ ഭൗതികമായ ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതല്ല, ഒരു നാട്ടിലേക്ക് പോകാൻ ഇടവരുന്നതല്ല. അതിനേക്കാളും വളരെ വളരെ ഉയർന്നതാണ് ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വസ്ഥത.
പ്രത്യേകിച്ച് ദൈവവുമായിട്ടുള്ളൊരു ബന്ധം, ദൈവവുമായിട്ടുള്ളൊരു സമാധാനം. അന്ന് മോശയുടെ എതിർത്ത് നിന്നവരെ പോലെ തന്നെ ഈ കാര്യത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തോട് എതിർത്ത് നിന്നവർ ആദിമ നൂറ്റാണ്ട് മുതലുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ 36-ാം വാക്യത്തിൽ നമുക്ക് കാണാം, ഇതിനെക്കുറിച്ച് പ്രസംഗിച്ച സ്തെഫാനോസിനെ കല്ലെറിയുകയും കൊല ചെയ്യുകയും ചെയ്തതിൻ്റെ പിന്നിൽ കാരണം നമുക്ക് ഇവിടെ വായിക്കാനായിട്ട് സാധിക്കും. 7-ാം അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ അതിൻ്റെ 36-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ചില വാക്യങ്ങൾ സ്റ്റോറിയായിട്ട്, അതായത് ആ മുൻകാലത്തിൽ തന്നേക്കാൾ ഇല്ലെങ്കിൽ ആ ക്രിസ്തീയ ഉടമ്പടി ആരംഭിക്കുന്നതിന് മുമ്പുള്ള ചരിത്രം എടുത്തുകൊണ്ടാണ് സ്തെഫാനോസ് പ്രസംഗിക്കുന്നത്, അബ്രഹാം മുതലെല്ലാം. അപ്പം ഇവിടെ നമുക്ക് കാണാം, അവൻ മിസ്രൈമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്തത് അവരെ അങ്ങനെ ചെയ്തുകൊണ്ട് അവരെ നടത്തിക്കൊണ്ട് വന്നു എന്ന് പറയുകയാണ്. കൂടാതെ ആ ഭാഗത്ത് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആ ഒരു 7-ാം അധ്യായത്തിൽ മുഴുവനൊന്ന് വായിച്ച് നോക്കണം. ഒരുപാട് ചരിത്രമാണ്, ഹിസ്റ്റോറിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് സ്തെഫാനോസ് എടുത്ത് സംസാരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കാണാം അതിൻ്റെ അവസാനത്തിലേക്ക്, ആ പ്രസംഗത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് 51 മുതൽ 53 വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ എന്നവരെ വിളിക്കുകയാണ്. അതായത് ആരെ വിളിക്കണമെന്ന് ചോദിച്ചാൽ അവിടെ അവരുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സായിട്ടുള്ള ഒത്തിരി ആളുകൾ അവിടെയുണ്ട്, പിതാക്കന്മാരെ. നമ്മുടെ ആ സ്തെഫാനോസ് ആ വിഷയത്തിൽ അവിടെ ആരെ ആണ് സംബോധന ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് അവിടെ സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് 2-ാം വാക്യത്തിൽ 7:2 നമുക്ക് ആ പ്രസംഗം സ്തെഫാനോസ് പ്രസംഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്തെഫാനോസിനെ എതിർക്കുകയാണ് അവർ. സ്തെഫാനോസ് പ്രസംഗിച്ച സുവിശേഷം അതെന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? സുവിശേഷം ദൈവത്തിൽ നിന്ന് അകന്നു കിടക്കുന്ന പാപികളായ മനുഷ്യനെ അവരുടെ ആത്മീയ മരണത്തിൽ നിന്ന് വിടുവിക്കുവാനുള്ളതായിരുന്നു. അവരുടെ ആത്മീയ പരിഹാരം, അല്ലെങ്കിൽ ആത്മീയമായ പാപത്തിന്റെ ആ പ്രശ്നത്തിന്റെ പരിഹാരം വേറെ ഒന്നിനാലും സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത മനുഷ്യന്റെ ആത്മീയ പ്രശ്നം, അതിനെ സഹായിക്കുന്ന കാര്യങ്ങളാണ് സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ അവിടെ കൊടുത്തത്. പക്ഷേ അവിടെ സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ ആ അവസ്ഥ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിലെല്ലാം അപ്പോസ്തലന്മാരോട് ചെയ്തത് അതാണ്. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘാതിരിൻ സംഘം ഒക്കെ അവരോട് ചെയ്തത് മുഴുവനും നമുക്ക് അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കാൻ സാധിക്കും. അതായത് പുതിയ ഉടമ്പടി ആരംഭിക്കുമ്പോൾ ആരംഭം മുതൽ അതിന് തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. നിങ്ങൾ ഇനി സംസാരിക്കരുത്, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഇനി മിണ്ടരുത്, ഉപദേശിക്കരുത്, പഠിപ്പിക്കരുത്. അങ്ങനെ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം 27-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ 32-ാം വാക്യം അതിൻ്റെ 40-ാം വാക്യം എല്ലാം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഇതാണ്. 5-ന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, പിന്നെ മഹാപുരോഹിതന്മാരും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി എന്ന് നമുക്ക് ഇവിടെ വായിക്കാൻ സാധിക്കും. എന്തിനെയാണ് തടസ്സപ്പെടുത്തുന്നത്? സുവിശേഷത്തെ, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം, മനുഷ്യന്റെ യഥാർത്ഥ അവരുടെ ഭവിഷ്യത്തുകളെ പരിഹരിച്ചുകൊണ്ട് ദൈവമായിട്ട് അകന്നു കിടക്കുന്ന മനുഷ്യന്റെ തകർച്ച പരിഹരിച്ച് ക്രിസ്തുവിനോട് അവിടെ ബന്ധപ്പെട്ട് ജീവിക്കുവാൻ ദൈവം സഹായിക്കുന്ന, ദൈവത്തോട് നിരപ്പിലേക്ക് എത്തുവാൻ, അകന്നു കിടക്കുന്ന മനുഷ്യനെ ദൈവത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം ഇടവരുത്തിയതായ ആ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട, മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സുവിശേഷം, ആ സദ്വർത്തമാനം. അതാണ് ഇവിടെ തടസ്സപ്പെടുത്തുന്നത്. അത് തടസ്സപ്പെടുത്തുമ്പോൾ
നമുക്ക് കാണാം, എഴുന്നേറ്റ് അവരെ അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കുകയാണ്. അതിനുശേഷം നമുക്ക് മറ്റൊരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ അത് 27-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇങ്ങനെ അവരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിർത്തി മഹാപുരോഹിതൻ അവരോട്, ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചല്ലോ. നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുവാൻ ഇച്ഛിക്കുന്നുവോ എന്ന് പറഞ്ഞു. പക്ഷെ അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു എന്ന് പറയുകയാണ്. പിന്നീട് നമുക്ക് കാണാം, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും. ഏറ്റവും മനുഷ്യന്റെ ആവശ്യം ഇതാണ്, മാനസാന്തരവും പാപമോചനവും. ഒരു വ്യക്തിയോട് മാനസാന്തരപ്പെടുന്നതിൻ്റെ ആവശ്യകത അറിയിക്കുന്നതാണ് സുവിശേഷം. അത് അറിയിക്കുമ്പോഴാണ് അവന് മാനസാന്തരത്തെക്കുറിച്ച് ബോധ്യം തന്നെ വരുന്നത്. മാനസാന്തരത്തെക്കുറിച്ച് കാഴ്ചപ്പാട്. നിനിവേക്കാരോട് യോന പ്രവാചകൻ പ്രസംഗിച്ചപ്പോൾ അവർ പ്രസംഗിച്ചതുകൊണ്ടാണ്, ആ പ്രസംഗം അവർ കേട്ടതുകൊണ്ടാണ് അവർ അന്ന് മാനസാന്തരപ്പെട്ടത്. ദൈവം അവരെ അനുഗ്രഹിച്ചത്. ഈ ഭൂമിയിൽ ഇന്നും ആളുകൾക്ക് മാനസാന്തരപ്പെടാൻ സാധിക്കണമെങ്കിൽ മാനസാന്തരം, ആ മാനസാന്തരത്തിൻ്റെ സന്ദേശം, സുവിശേഷം ആളുകൾ കേൾക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും അവൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. പക്ഷെ ഇത് അവർക്കറിയില്ല. അത് അറിയായ്മ കൊണ്ട് എതിർക്കുകയാണ് ഇവർ. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പ്രസംഗിക്കുകയാണ്. അപ്പം തടസ്സപ്പെടുത്താൻ ആരാണ്? പരീശന്മാര്, പുരോഹിതന്മാര്, ശാസ്ത്രിമാര്, അങ്ങനെ ലീഡേഴ്സായിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്? സുവിശേഷം ജനത്തിലേക്ക് എത്താതിരിക്കാൻ തടസ്സപ്പെടുത്തുകയാണ്. ഇതിനു മുമ്പ് നടന്ന എന്താണ്? മോശെ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ കനാൻ നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ, ദൈവം അവരെ നടത്തുമ്പോൾ പല തടസ്സങ്ങളും പല കടമ്പകളും കടക്കേണ്ടതുണ്ടായിരുന്നവർക്ക്. വെറുതെ അങ്ങോട്ട് കൊടുത്തതല്ല ദൈവം. അവർക്ക് പലതും ചെയ്യാനായിട്ട് അവർക്ക് മുമ്പിൽ ദൈവം വെച്ചു കൊടുത്തു. വിശ്വാസത്തിൽ അവർക്ക് കീഴടക്കണമായിരുന്നു, വിശ്വാസത്തിൽ പോരാടണമായിരുന്നു, വിശ്വാസത്തിൽ നടക്കണമായിരുന്നു. യോശുവയുടെ നേതൃത്വത്തിൽ എരിഹോ മതിലിന് ചുറ്റും 7 പ്രാവശ്യം നടന്നതുപോലെ. പക്ഷെ യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. പക്ഷെ അവർക്ക് അനുസരിച്ചാൽ മതിയായിരുന്നു. അവർ ഓരോ ഭാഗത്തും അവർ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട്, ദൈവത്തിന് ആശ്രയിച്ചുകൊണ്ട് അവർ നടന്നാൽ മതിയായിരുന്നു. വിജയം അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷേ അവരുടെ അവിശ്വാസം, തുടർച്ചയായ അവരുടെ അവിശ്വാസം അവരുടെ ജീവിതത്തിൽ വലിയ പരാജയത്തിന് കാരണമായി. മോശയോടും ജോഷുവയോടും കാലേബിനോടെല്ലാം എതിർത്ത് നിൽക്കുന്ന ലീഡേഴ്സിനെ നമുക്ക്, അതായത് ആ കാലഘട്ടത്തിൽ നേതാക്കന്മാരായിട്ട് നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് കനാൻനാട് ഉറ്റുനോക്കാൻ വിട്ട 10 പേര് എന്താ ചെയ്തത്? റോങ് കാര്യങ്ങളെ, സന്ദേശമാണ് അവർ അറിയിച്ചത് ഇവിടെ വന്നിട്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ദൈവത്തിൻ്റെ സന്ദേശവാഹകരായിട്ട് അപ്പോസ്തലന്മാരെ ദൈവം ഉപയോഗിച്ചു. അപ്പോസ്തലന്മാരെ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കാനായിട്ട് ദൈവം കർത്താവ് അവരോട് കൽപ്പിച്ചു. അവരെ പരിശുദ്ധാത്മാവിൽ ശക്തീകരിച്ച് അവരെ അയച്ചു. അവരുടെ സന്ദേശം കേട്ടതായ സാധാരണ ജനങ്ങൾ എത്രയോ പേര് വിശ്വസിക്കുന്നു. പക്ഷേ ലീഡേഴ്സ് തടസ്സം നിൽക്കുകയാണ്. ലീഡേഴ്സ് തടസ്സം നിന്നു. അന്ന് മോശയ്ക്കെതിരായി നിന്ന ആളുകളെ പോലെ ഇവിടെയും നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് നമുക്ക് സ്തേഫാനോസിന്റെ പ്രസംഗത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്തേഫാനോസ് പ്രസംഗിക്കുമ്പോഴും നമുക്ക് കാണാം അതിന്റെ അവസാനം 57-ാം വാക്യത്തിൽ അവരെ ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെല്ലുകയാണ്. പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ നടുവിൽ അവരോട് അറിയിക്കുന്ന സത്യത്തിന്റെ മുമ്പിൽ അവർ മാനസാന്തരപ്പെടേണ്ട ആവശ്യത്തിലേക്ക് വരേണ്ടതിന് പകരം, അവർ മാനസാന്തരപ്പെടുന്നതിന് പകരം അവർ ആക്രോശിച്ചുകൊണ്ട്, ശാഠ്യം കാണിച്ചുകൊണ്ട്, ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട്
അവൻ്റെ നേരെ പാഞ്ഞു ചെന്ന് അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. നമുക്ക് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അങ്ങനെ കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനെ മുട്ടുകുത്തി, കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിക്കുകയാണ്. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്ന പുതിയ ഉടമ്പടിയിലും അതിൻ്റെ പുതിയ ഉടമ്പടി ആരംഭിക്കുമ്പോഴും അവിടെ നടക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമല്ല. പഴയ നിയമത്തിലും ജനം ചെയ്തത് എന്താണ്? അതേപോലെ തന്നെ ഒരു യഥാർത്ഥമായ ലീഡർഷിപ്പിലേക്ക് ജനത്തെ നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന അനവധി ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ പിന്നീട് നമുക്ക് കാണാം, ദൈവത്തോട് അകന്ന് കിടക്കുന്ന ശത്രുക്കളായി തീർന്ന ഒരു മനുഷ്യന്, ഒരു സമൂഹത്തിന് ദൈവം വീണ്ടും ഒരു അവസരം കൊടുക്കുന്നത് കാണാൻ, അതൊന്ന് കാണിച്ചു കൊടുക്കാൻ ദൈവത്തിൻ്റെ ദാസന്മാർ ശ്രമിക്കുമ്പോൾ അവൻ്റെ അപ്പോസ്തലന്മാരും ആദിമ നൂറ്റാണ്ടിലെ അവരിൽ നിന്ന് പഠിച്ച ശിഷ്യന്മാരും ഒക്കെ ദൈവത്തിൻ്റെ സന്ദേശവുമായിട്ട് കടന്നു പോകുമ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കുവാനും തടസ്സപ്പെടുത്തുവാനുമാണ് ശ്രമിച്ചത്. നമുക്ക് വാസ്തവത്തിൽ എന്താണ് ഇതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ അതിൻ്റെ ആഴമേറിയ ഒരു സത്യം നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 5-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ, വാസ്തവത്തിൽ ദൈവം എന്താണ് ചെയ്യുന്നത്, ദൈവം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ഈ തടസ്സങ്ങളും എതിർപ്പുകളും ഇങ്ങനെയുള്ള വിരോധങ്ങളും ഒക്കെ വരുമ്പോൾ വാസ്തവത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യം എന്താണ്? അവിടെ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവം ഒരു സ്വസ്ഥത തരികയാണ് മനുഷ്യന്. ദൈവം ഒരു സമാധാനം മനുഷ്യർക്ക് ഒരുക്കിയിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ദൈവത്തോട് പാപം ചെയ്തത് കൊണ്ടാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്നുവെച്ചാൽ ദൈവത്തിൽ നിന്ന് അവർ വേർപെട്ടു. ഈ വേർപാടിൽ അന്ത്യത്തോളം മനുഷ്യൻ കടന്നു പോവുകയാണ്. അവന്റെ ജീവിതകാലം മുഴുവനും ദൈവത്തിൽ നിന്ന് വേർപെട്ടവനായി അവൻ അവസാനം വരെ പോവുകയാണെങ്കിൽ, അവന്റെ ശ്വാസം നിലയ്ക്കുന്ന സമയം വരെ അവൻ പോവുകയാണെങ്കിൽ അവനുള്ള ഓഹരി അഗ്നിയും തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അതിലേക്കാണ് അവൻ പോകാൻ പോണത്. പക്ഷേ അവൻ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് നിത്യമായ ഒരു ജീവൻ പ്രാപിക്കാനുള്ള ഒരു അവസരം ദൈവം കൊടുക്കുകയാണ്. അത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. 2-ാം വാക്യത്തിൽ നമുക്ക് കാണാം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. ഇത് കൃപയാണ്, അർഹതയില്ലാത്ത അംഗീകാരമാണിത്. അപ്പൊ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയെ പ്രശംസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം നമുക്ക് പ്രവേശനം ലഭിക്കുകയാണ്. അപ്പം ദൈവത്തോട് സമാധാനം, ഈ കാര്യത്തിലേക്ക് നമുക്ക് പ്രവേശനം, ഇതെല്ലാം നൽകുന്നതാണ് സുവിശേഷം. അതായത് ആ സദ്വർത്തമാനം എന്ന് എബ്രായ ലേഖനം പറയണ പോലെ. 10-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, റോമർക്ക് എഴുതിയ ലേഖനം 5-10, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ, അതാണ് മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ശത്രുപക്ഷത്താണ്, ശത്രുക്കളായിരിക്കുകയാണ്. നമ്മുടെ അവിശ്വാസം, നമ്മുടെ തിരഞ്ഞെടുപ്പ്, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ വഴികൾ വിട്ടുപോയത് മൂലം, ദൈവത്തോട് നാം പാപം ചെയ്തത് മൂലം, സാത്താന് വഴങ്ങിക്കൊടുത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ വഴികൾ അറിയാതെ നാം പിശാചിന് കീഴ്പ്പെട്ട് ജീവിച്ചതുകൊണ്ട്, പിശാചിന് ഇമ്പമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ
ചെയ്തുകൊണ്ട് പാപത്തിൻ്റെ ദാസന്മാരായി നാം മാറിയതുകൊണ്ട് നാം ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു. ആ ദൈവത്തിൻ്റെ ശത്രുക്കളായ നമുക്ക് ഓഹരി എന്താണെന്ന് വെച്ചാൽ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നി മാത്രമേ ഉള്ളൂ, നിത്യ നരകം മാത്രമേ ഉള്ളൂ നമ്മൾക്ക് അവകാശപ്പെട്ടത്. പക്ഷേ ദൈവം നമ്മോട് കൃപ കാണിച്ചു. നമുക്ക് ലഭിച്ച ഒരു കൃപയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് ആ കൃപ, അതായത് ഇവിടെ വിശ്വാസം നീതീകരിക്കപ്പെട്ട ശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം നമുക്ക് വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥലത്തേക്ക് പോകുന്നതിനേക്കാൾ, ഒരു ഭൗതികമായ ഭൂമിയിലെ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിനേക്കാൾ, അതായത് കനാനാട്, അവിടെ നല്ല ഭക്ഷണം ഉണ്ടാവും, നല്ല ഫലവൃക്ഷങ്ങളുണ്ട്, അവിടെ എന്ത് നട്ടാലും ഒരുപക്ഷെ 100 മേനി ഒരുപക്ഷെ ഉണ്ടാകാം. അത് ഭൗതികമായ ഫലങ്ങൾ മാത്രം. അവിടെ തേനും പാലും ഒഴുകുന്ന, ഭൗതികമായി തേനും പാലും ഒഴുകുന്ന ഒരു കനാൻ ദേശം. അതിനേക്കാൾ എത്രയോ എത്രയോ ഇരട്ടി അനുഗ്രഹമുള്ള ഒന്നിലേക്കാണ് ദൈവം ഇന്ന് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ട്, നമുക്ക് ശുദ്ധീകരിക്കപ്പെട്ടിട്ട് അതിനേക്കാൾ വലിയത് എന്താ ഉള്ളത്? നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ട് ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമുക്കിന്നൊരു പ്രവേശനം സാധ്യമാക്കി തന്നു. ക്രിസ്തുവിലൂടെ നമുക്കിന്നൊരു വീണ്ടെടുപ്പ്, ദൈവം നമ്മളെ ദത്തെടുത്തു. നമ്മൾ നഷ്ടപ്പെട്ടവരായിരുന്നു, നഷ്ടപ്പെട്ട നമ്മളെ ദൈവം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. അവൻ്റെ പുത്രൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ട് നമ്മളെ മക്കളാക്കി നമ്മളെ മാറ്റി, അവകാശികളാക്കി നമ്മളെ മാറ്റി. ഇന്ന് നമ്മൾ ആത്മീയമായിട്ട് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളാണ് എല്ലാ ഭൗതികമായ സ്വസ്ഥതകളെക്കാളും ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇന്ന് ദൈവത്തോട് നമുക്ക് ഒരു സമാധാന ബന്ധം, സമാധാന ഉടമ്പടി, അതിലേക്ക് പ്രവേശിച്ചതിലൂടെ ഇന്ന് നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്ന ഒരു ജീവിതം, അതിലേക്ക് നമുക്ക് വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ടും കാണാൻ സാധിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് പുതിയ ഉടമ്പടിയിൽ കീഴിലുള്ള ജനം ദൈവത്തെ അവഗണിച്ചതിനാൽ തങ്ങൾക്ക് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് പഴയ നിയമത്തിലെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കാൻ. പഴയ നിയമത്തിലുള്ള ജനം, പഴയ നിയമത്തിന് കീഴിലുള്ള ജനം ദൈവത്തിൻ്റെ വചനത്തെ, പഴയ നിയമത്തിന് കീഴിലുള്ള ജനം ദൈവത്തിനെ അവഗണിച്ചതുകൊണ്ടും ദൈവത്തിൻ്റെ വചനത്തെ അവഗണിച്ചതുകൊണ്ടും അവർക്ക് ആ വാഗ്ദത്ത ദേശത്ത് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് അന്ന് അവർക്ക് അത് നഷ്ടപ്പെട്ടതുപോലെ തന്നെ ഒരു അവസരമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മളിതെന്താ പഠിപ്പിക്കുന്നത്? എബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? അപ്പം ഇന്ന് നമുക്കും ഒരു വാഗ്ദത്തം മുമ്പിലുണ്ട്. നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു ശരിയായ, ഒരു യഥാർത്ഥമായ ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് നശിച്ചു പോകുന്നതല്ല. കനാനാട് അല്ലെങ്കിൽ ഭൗതികമായ ഭൂമിയിലുള്ള ഏത് സ്ഥലമായാലും അതൊരു ദിവസം കത്തി എരിയാനുള്ളതാണ്. ഭൂമിയും ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഭൂമിയും അതിലെ പണികളും വെന്തു പോകും. അപ്പം ഈ ഭൂമിയിലുള്ള ഒരു വാസത്തിനല്ല നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് കർത്താവ് പറഞ്ഞ പോലെ സ്വർഗത്തിൽ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എത്ര സന്തോഷമാണ്, എത്ര അനുഗ്രഹമേറിയ കാര്യമാണ് കർത്താവ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. അവൻ വരും, വാക്ക് മാറില്ല. അവൻ വീണ്ടും വന്ന് നമ്മെ തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നാം അവസാനം വരെ വിശ്വസ്തരായി നിൽക്കുക, ദൈവത്തെ പരീക്ഷിക്കരുത്. അതാണ് ഇവർ പറയണത്. നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? അന്ന് 40 ആണ്ട് അവർ ദൈവത്തെ പരീക്ഷിച്ചതുപോലെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, നഷ്ടപ്പെട്ടു.
അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മളോട് പറയുന്നത് വിശ്വസിക്കുക, അനുസരിക്കുക. അപ്പം ഇന്ന് നമുക്കുള്ള വാഗ്ദത്തം, നമ്മളോടും വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വർഗമാണ്. അത് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക മാത്രമാണ് ഏക വഴി. ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട്, ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട്, അതിൽ പറഞ്ഞ പോലെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നതാണ്. 11-ാം അധ്യായത്തിൽ എബ്രായ ലേഖനം പറയുന്നതാണ്, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് വിശ്വാസം. 6-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? പത്രോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നമ്മളിതൊന്നും കണ്ടിട്ടില്ല, അവിടെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ വിശ്വസിക്കുന്നു. യേശു ഒരു ചരിത്ര പുരുഷനാണ്. ലോകത്തിൽ വന്നു, അവൻ ജീവിച്ചു, നടന്നു, നമുക്ക് മാതൃകയായി കാണിച്ചു തന്നു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചവനാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയവനാണ്. അതിനുവേണ്ടി തന്നെ സ്വയമായി യാഗമായി തൻ്റെ രക്തം ഒഴിച്ചവനാണ്. നമ്മുടെ പാപങ്ങളെ പരിഹരിക്കാനുള്ള ഏക ബലി യേശു ചെയ്ത് അവൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി നമ്മളെ മക്കളാക്കി മാറ്റുവാൻ, ഇന്ന് അവൻ്റെ പുതിയ ഒരു വീണ്ടും ജനിക്കപ്പെട്ട പുതിയ സൃഷ്ടിയായ മനുഷ്യരാക്കി ഈ ലോകത്തിൽ അവനായി കാത്തു നിൽക്കുവാൻ, അവന് പ്രത്യാശയോടെ ജീവിക്കുവാൻ ഒരു പുതിയ ശ്രേഷ്ഠ ജനത്തെ വാർത്തെടുക്കുകയാണ് ക്രിസ്തു. അവനെപ്പോലെ അനുരൂപമായി ജീവിക്കുന്ന, അവനെപ്പോലെ അവനോട് ഇല്ലെങ്കിൽ അവനെപ്പോലെ രൂപാന്തരപ്പെട്ടുകൊണ്ട്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് അവൻ നടന്ന പോലെ നടക്കുന്ന, പിതാവിനെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് യേശു കാണിച്ചു തന്നു. അതുപോലെ പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജനമായി ജീവിക്കുവാൻ നമുക്ക് ദൈവം അവസരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. എബ്രായ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 11-ാം വാക്യം, അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം. നോക്കിയേ, ആരോടാണ് ഈ വാണിങ്, അല്ലെങ്കിൽ ആരോടാണ് മുന്നറിയിക്കുന്നത്? എങ്ങനെയാണ് ഈ സമദൃഷ്ടാന്തം എന്ന് പറയുന്നത്? എന്തിനെയാണ് കാണിക്കുന്നത്? ഇന്ന് ജീവിക്കുന്ന നമ്മളോട്. അതുകൊണ്ട് ആരും, കഴിഞ്ഞു പോയ ജനത്തോടല്ല, മരിച്ചുപോയ ആൾക്കാരോടല്ല ഈ പറയണത്, ഇപ്പോൾ ഇന്ന് പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമ്മോട്. അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിനെ നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക. അപ്പം എന്തുകൊണ്ടാണ് അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന്? അപ്പം എന്തുകൊണ്ടാണ് അവർ വീണത്? അനുസരണക്കേട്, പറഞ്ഞത് കേട്ടില്ല. ഇന്നും അതാണ് സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക. നമ്മളോടതാണ് ആവശ്യപ്പെടുന്നത്. കൂടാതെ 12-13 വാക്യങ്ങൾ നമുക്ക് കാണാം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അതാണ് ദൈവത്തിൻ്റെ വചനം. എന്താണ് ഇതിൻ്റെ എല്ലാം ഉദ്ദേശം? എന്താണ്? ദൈവത്തിൻ്റെ വചനം വാളാണ്, ഇരുവായുത്തലുള്ള വാളാണ്. അത് ആത്മീയമായിട്ടുള്ള നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ വിചാരങ്ങൾ, ചിന്തകൾ, ഭാവങ്ങളൊക്കെ വിവേചിക്കാൻ സഹായിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, നമ്മുടെ ശരിയായ അവസ്ഥ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണിച്ചു തരികയാണ്. അതാണ് നമുക്ക് ആവശ്യം. നമ്മളെ ഒന്ന് കാണിച്ചു തരാൻ ലോകത്തിൽ ആർക്ക് പറ്റും? എല്ലാ മനുഷ്യരും നമ്മളെ മുഖസ്തുതി പറയും. എല്ലാ മനുഷ്യരും അന്യോന്യം എന്താ ചെയ്യണത്? നുണ പറഞ്ഞ് ആശ്വസിപ്പിക്കും, കള്ളം പറഞ്ഞ് ആൾക്കാരെ സമാധാനപ്പെടുത്തും.
വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ ആരാണോ എന്താണോ അത് കാണിച്ചു തരും. നമ്മൾ രോഗികളാണെങ്കിൽ ആത്മീയമായിട്ട് രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കണം. ആത്മീയമായിട്ട് നമ്മൾ ചികിത്സ നേടണം. നമ്മുടെ ആത്മീയ രോഗം, ആത്മീയമായ നമ്മുടെ ക്യാൻസർ കാണിച്ചു തരുമ്പോൾ അതിനെ ഭേദപ്പെടുത്തുവാനുള്ള പ്രതിവിധി അപ്പോഴാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മുടെ പാപം എന്നുള്ള പ്രശ്നത്തിന് അത് കാണിച്ചു തരുമ്പോഴാണ് നമ്മളത് അന്വേഷിക്കുകയും അതിനെ നമ്മൾ സൗഖ്യപ്പെടുത്തുന്ന സൗഖ്യദായകന്റെ അടുത്തൽ നമ്മൾ ചെല്ലുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ സുഖപ്പെടുത്തുന്നത്? യേശുവിൻ്റെ ബ്ലഡ്, യേശുവിൻ്റെ രക്തം, നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. യേശുവിനെ നമ്മൾ അറിയണം, യേശുവിനെ വിശ്വസിക്കണം, അവൻ പറഞ്ഞത് കേൾക്കണം, അവൻ പറഞ്ഞത് അനുസരിക്കണം. അപ്പൊ അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന്, നമ്മൾ വീട് പോകാതിരിക്കേണ്ടതിന് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക. നമുക്ക് വെച്ചിരിക്കുകയാണ് മറ്റൊരു സ്ഥലം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഭൗതിക ദേശത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഓടുന്നത്. ഇന്ന് സ്വർഗീയമായ കനാൻ ദേശം, സ്വർഗീയ നാട്, അതിൽ വിശ്വാസ കപ്പലിൽ നമ്മൾ യാത്ര ചെയ്യാൻ. കാറ്റുണ്ട്, കോളുണ്ട്, പല തടസ്സങ്ങളും തിരമാലകളൊക്കെ അതിജീവിച്ച് വേണം നമ്മളവിടെ നമുക്ക് പോകാൻ. പക്ഷേ നമ്മുടെ വിശ്വാസ കപ്പലിൽ നമ്മൾ ഒറ്റക്കല്ല, നമ്മളെ അക്കരെ എത്തിക്കാൻ നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ, അവൻ നമ്മോടൊപ്പം ഉള്ളത് കൊണ്ട് നമുക്ക് മറുകരെ എത്താൻ പറ്റും. പക്ഷെ നമ്മൾ വിശ്വസിക്കണം, നമ്മൾ അവൻ പറഞ്ഞത് അനുസരിക്കണം. അവൻ പറഞ്ഞത് അവൻ്റെ വചനത്തിലാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ കാണിച്ചു തരുന്നത്, നമ്മുടെ ശരിയായ അവസ്ഥ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ 20 മുതൽ 23 വരെ വാക്യങ്ങളിൽ പറഞ്ഞ പോലെ, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 20 മുതൽ വായിക്കുമ്പോൾ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. അപ്പോൾ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ദൈവത്തിൻ്റെ വചനമാവുന്ന ആത്മീയ വാള് പ്രവർത്തിക്കുന്നത്. എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിലേക്ക് ജീവനും ചൈതന്യമുള്ളതായ ആ ഇരുവായുത്തരയുള്ള വാള് പ്രവർത്തിക്കുകയാണ്. അതായത് നമ്മുടെ യഥാർത്ഥമായ അവസ്ഥയെ കാണിച്ചു തരിക. അപ്പം നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിയുമ്പോൾ, ദൈവത്തെ നമ്മൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, ഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ അവസ്ഥ വചനം നമ്മളെ കാണിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷമുണ്ടോ അതോ കുറ്റബോധമാണോ? അതാ ഇവിടെ പറയണത്. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ, അപ്പൊ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അവിടെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പരിശോധിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ എന്താണ് ഇനിയും ഞാൻ ചെയ്യാനുള്ളത് എന്താണ്? എനിക്ക് പാപമോചനം യഥാർത്ഥമായി കിട്ടിയോ? എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടോ? പരിശുദ്ധാത്മാവില്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അതാ റോമാലേഖനം 8-9 മുതൽ 11 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വേണം. എഫെസ്യ ലേഖനം 3-14 വാക്യത്തിലേക്ക് പറയുന്നത് അതൊരു മുദ്രയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും മുദ്രയാണ്. എഫെസ്യ ലേഖനം 4:30 പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പൊ വീണ്ടെടുപ്പ് നാളിനായിട്ടുള്ള മുദ്രയാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കുണ്ടോ? പാപമോചനം കിട്ടിയവരാണോ നാം? ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കണം. ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ നിരപ്പിലാണോ, സമാധാനത്തിലാണോ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ആ വിഷയത്തിൽ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. എന്നിട്ട് 21-ാം വാക്യത്തിൽ പറയുന്നത്, 1 യോഹന്നാൻ 3:21 പറയുന്നത്, പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അപ്പം ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാൽ അവനെങ്കിൽ നിന്ന് ലഭിക്കും.
അപ്പൊ അവന്റെ പ്രധാനപ്പെട്ടത് നമ്മൾ ഓർപ്പിക്കുന്നത് എന്താണ്? അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് എന്ത് യാചിച്ചാലും. അപ്പൊ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുക, അനുസരിക്കുക. ഇസ്രായേൽ ജനം വീണതുപോലെ അവിശ്വസിച്ചുകൊണ്ടും അനുസരണക്കേട് കാണിച്ചുകൊണ്ടും നഷ്ടപ്പെട്ടു പോകാനല്ല, മുമ്പോട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകാൻ. എന്നിട്ട് 23-ാം വാക്യത്തിൽ പറയുന്നത്, അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം നാം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. എന്നിട്ട് പറയണേ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അതാണ് മനോഹരമായ അവസ്ഥ, അതാണ് സ്വസ്ഥത, അതാണ് യഥാർത്ഥമായ സന്തോഷം, സമാധാനം, നിരപ്പ്, സമാധാനം. യഥാർത്ഥത്തിൽ നമുക്കൊരു സ്വസ്ഥതയിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം, സമാധാന ബന്ധം, സമാധാന ഉടമ്പടി അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിലൂടെ. അങ്ങനെ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും ദൈവത്തിലും, ദൈവം അവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. ദൈവം നമ്മളിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. ഇവിടെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഹൃദയം നമ്മളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ കർത്താവ് വരുമ്പോൾ, അവൻ വരുമ്പോൾ നമ്മെ അവന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അവൻ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കാണ് ഇനി യേശു വരാൻ പോണത്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന പോലെ യഥാർത്ഥത്തിൽ നമുക്ക് യഥാർത്ഥ സ്വസ്ഥത എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ, എബ്രായ ലേഖനത്തിൽ നമ്മൾ കണ്ടതുപോലെ, നമുക്ക് 4-ാം അധ്യായത്തിൽ അതിൻ്റെ ആ 11-ാം വാക്യത്തിൽ, അതുകൊണ്ട് ആരും അനുസരണക്കേണ്ടതിന്റെ ദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക. ദൈവത്തിൻ്റെ എന്നിട്ട് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, 14-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം. അവിടെ മുതൽ 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ എബ്രായ ലേഖനം 10-ാം അധ്യായം വരെ യേശുവിൻ്റെ മഹാപൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയുടെ ആരംഭമാണ്. എബ്രായ 4-ാം അധ്യായം 14 തൊട്ട് അതിലേക്ക് നമുക്ക് മുമ്പോട്ട് പിന്നെയും നമുക്ക് ചിന്തിക്കുവാൻ തക്കോണം കടന്നു പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, വാണിംഗ് ചെയ്യുന്നത്, മുന്നറിയിക്കേണ്ടത് എന്താണ്, അതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ആ ശ്രദ്ധ നമ്മളെ, പ്രത്യേകിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് എന്ത് സംഭവിക്കരുത്. അന്ന് ജനം നഷ്ടപ്പെട്ടതുപോലെ അവർ നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? തുടർച്ചയായ അവിശ്വാസം, അനുസരണക്കേട്. അത് സംഭവിക്കാതെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ ഉടമ്പടിയിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തിന് പ്രസാദമുള്ള ചെയ്ത് അങ്ങനെ ദൈവം അവനിൽ വസിക്കുന്നു, അവൻ ദൈവത്തിൽ വസിക്കുന്ന അവസ്ഥ, അതിലേക്ക് ദൈവം നമ്മളെ ഒരുക്കട്ടെ. താങ്ക് യു.